മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് സാധാരണഗതിയിൽ വാഴയൊക്കെ കുലച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് പ്രത്യേകിച്ച് വളപ്രയോഗമെല്ലാം നടത്തണം, അതിനെന്തൊക്കെയാണ് പരിചരണം നൽകേണ്ടത് എന്നുള്ളതിനെപ്പറ്റി ഒരു സംവാദമാണ്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള വാഴകൾ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അതിൽ ഉണക്കിനെ അതിജീവിക്കാൻ കഴിവില്ലാത്ത, ചൂടിനെ അതിജീവിക്കാൻ കഴിവില്ലാത്ത ഒന്ന് രണ്ട് വാഴ ഇനമാണ് റോബസ്റ്റ വാഴയും അതുപോലെ തന്നെ ഈ പാളന്തോടം വാഴയൊക്കെ. അപ്പോൾ ഇത് റോബസ്റ്റയുടെ വാഴയാണ്. അപ്പോൾ റോബസ്റ്റ വാഴ കൊലച്ചതിന് ശേഷമുള്ള 3 ഘട്ടങ്ങളിലായിട്ട് ഞാൻ ചെയ്യുന്ന പരിചരണമാണ് ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇതിപ്പോൾ ഈ റോബസ്റ്റ വാഴയ്ക്ക് കൊല വന്നിട്ടുണ്ട്. ഈ കൊല വന്ന് അത് പടല ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 പടലയോളം ആയിട്ടുണ്ട്. ഇനിയും പടല വരാനുണ്ട്. അവിടെ ഈ സമയത്ത് ഇങ്ങനെ കൊല വരുന്നുണ്ടേ ഇപ്പോൾ ഉണക്കിൻ്റെ ആരംഭമൊക്കെയാണ്. ഈ സമയത്ത് ചൂടിനെ അതിജീവിക്കാനുള്ള കഴിവ് ഈ വാഴയ്ക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടേ ഇതിൻ്റെ പിണ്ടി സൂര്യപ്രകാശം കൊണ്ട് അല്ലെങ്കിൽ ചൂട് കൊണ്ട് പഴുക്കുകയും ഒടിഞ്ഞു വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണുകൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുകയും അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം ഒരു 10 ലിറ്റർ വെള്ളം നമ്മൾ ഇതിന് തളിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പരിചരണം എന്ന് പറഞ്ഞത്. നല്ല കായ്ക്ക് വലിപ്പം കൂടാനും അതുപോലെ തന്നെ പിണ്ടിക്ക് നല്ല ബലം കിട്ടാനും ചൂടിനെ അതിജീവിക്കാനും ഇതിലൂടെ ഈ വാഴയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇനി നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് പോകാം. രണ്ടാം ഘട്ടമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ കൊലകളൊക്കെ വന്നു കഴിഞ്ഞ് ഇതിൻ്റെ കൂമ്പൊക്കെ അവിടെ ഇപ്പോൾ കൂമ്പ് ഒടിച്ച് കളഞ്ഞ് കറ എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ കൂമ്പ് കളഞ്ഞു. അപ്പം ഈ കൊല പൂർണ്ണമായി വിരിഞ്ഞിറങ്ങാൻ എത്ര പടലയുണ്ടോ അത്രയും ദിവസം കഴിയുന്നുണ്ടെങ്കിൽ ആ പടല വിരിഞ്ഞിറങ്ങും. ഇപ്പം 1, 2, 3, 4, 5, 6, 7, 8 ഇതിപ്പോൾ 8 പടലയുണ്ട്. അപ്പോൾ 8 ദിവസം ആകുമ്പോൾ കൂമ്പ് വന്ന് 8, 9, 10 ദിവസം ആകുമ്പോഴത്തേന് ഈ പടല പൂർണ്ണമാകും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 4-5 ദിവസമൂടെ കഴിയുമ്പോഴത്തേന് നമുക്ക് ഇതിൽ നിന്നും കൂമ്പ് നീക്കം ചെയ്യാം. കൂമ്പ് നീക്കം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാളയംതോടനും റോബസ്റ്റയും ഒക്കെ ആണെങ്കിൽ ഉണക്കിനെ അതിജീവിക്കാനുള്ള കഴിവില്ല. ഉണക്ക് സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ ഒരു 10 ലിറ്റർ വെള്ളം നമ്മൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് കാര്യം എന്ന് വെച്ചാൽ ഈ കൊല നല്ല രീതിയിൽ വളർന്നു വരുന്നതിന് മാത്രമല്ല, ഈ കൊലയോടൊപ്പം തന്നെ ഈ കൊല വിരിഞ്ഞപ്പോൾ തന്നെ ഈ വാഴയുടെ 3 വിത്തുകളുണ്ട്. അതുപോലെ ഇത് വെച്ചപ്പോൾ തന്നെ ഈ കൊല വിരിയുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ കൂടെ ഉള്ള ഒരു വാഴയാണ്, അതും കുടമായി കഴിഞ്ഞു. അപ്പോൾ ഈ വെള്ളം നല്ല രീതിയിൽ ജലസേചനം നടത്തുവാണെങ്കിൽ, നമ്മൾ ആഴ്ചയിൽ ഒരു 10 ലിറ്റർ വെള്ളം കൊണ്ട് ഒഴിക്കുകയാണെങ്കിൽ ആഴ്ചയിലോ അല്ലെ 10 ദിവസം കൂടുമ്പോഴോ ആയാലും മതി, അത് ചുറ്റും ഒഴിക്കണം. തണലും വാരിയിട്ട് കഴിഞ്ഞാൽ നല്ല കൊല വരുന്നതോടൊപ്പം തന്നെ ഈ വാഴകൾ, ഇപ്പോൾ ഈ 3 വാഴകളും വലിയ രീതിയിൽ വളരുകയും ഒരു 4-5 മാസത്തിനകത്ത്, അപ്പോൾ ഈ ഉണക്ക് മാറുമ്പോഴത്തേന് ഇതും വലിയ കൊലകളായി വരികയും ചെയ്യും. അപ്പം ഒരുപാട് വാഴകൾ പലയിടത്ത് നടുന്നതിന് പകരം നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് കുറച്ച് വാഴകൾ നട്ട് കൂടുതൽ ആദായം ലഭിക്കുന്ന ഒരു കൃഷിരീതിയാണ് ഞാൻ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇനി നമ്മൾ ചെയ്യുന്നുണ്ട്, ഇത് NPK ലായനിയാണ്, നമ്മൾ തന്നെ തയ്യാറാക്കിയ NPK ലായനി വളമാണ് ഈ കാണുന്നത്. ഈ NPK ലായനി വളം ഇതിൻ്റെ വട്ടം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ കൊല വിളഞ്ഞു കിട്ടാനും ഇതിൻ്റെ വിത്തുകൾ പെട്ടെന്ന് കുലയ്ക്കാനും വലുതാവാനും ഒക്കെയാണ് NPK ലായനി വളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കൊല വിരിഞ്ഞു കഴിഞ്ഞ് കൂമ്പൊടിച്ച് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഇലകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇലകൾ പഴുത്ത് വീണ കഴിഞ്ഞാൽ അത് നമ്മൾ നീക്കം ചെയ്യണം. ഇല്ലെങ്കിൽ ഈ പിണ്ടിപ്പുഴു കയറാനുള്ള സാധ്യതയുണ്ട്. വാഴയില ഒരിക്കലും വീണ് അളിഞ്ഞു കിടക്കാൻ ഇടയാവരുത്. അതുപോലെ വാഴയിൽ കെട്ടിയും വയ്ക്കരുത്. വാഴയിൽ കെട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ദോഷത്തിന് ഇടയാക്കും.
പിണ്ടിപ്പുഴുവാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാഴ കുലച്ച് കഴിഞ്ഞാലും കുലയ്ക്കുന്നതിന് മുമ്പും ചുവട്ടിലെ മണ്ണുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ചുവട്ടിലെ മണ്ണുകൾ നമ്മൾ കളയണം. ഒപ്പം വെള്ളമില്ലാത്ത സമയങ്ങളിൽ റോബസ്റ്റയ്ക്കും പളാന്തുണ്ണും വെള്ളം ഒഴിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് ഉണക്ക് കാലങ്ങളിൽ ഈ കുലകൾക്ക് നല്ല വിലയാണ് കിട്ടുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ പറയുന്ന രീതിയിൽ നമ്മൾ പരിചരിക്കുകയാണെങ്കിൽ ചുറ്റുമുള്ള വിത്തുകൾ നമുക്കൊരു 3-4 വിത്തുകളൊക്കെ നിർത്തിയേക്കാം. ഈ വിത്തുകളും വളർന്ന് വളരെ പെട്ടെന്ന് ഒരു 5 മാസത്തിനുള്ളിൽ തന്നെ കൊലയായി മാറും. നമുക്കിനി അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകാം. നമ്മൾ കൊലയുടെ 3ാമത്തെ ഘട്ടത്തിലാണ്. നമ്മൾ കുടം വന്ന ആ വാഴ കണ്ടു, ഏറിക്കഴിഞ്ഞ് കൂമ്പൊടിച്ച വാഴ കണ്ടു, അതിന് നൽകുന്ന പരിചരണം കണ്ടു. ഇനി ഇത് 2 മാസമായ കൊലയാണ്, 2 മാസത്തോളമായി. ഈ 2 മാസത്തോളം മുക്കാൽ വിളവായ വാഴയാണ് ഈ കൊലയാണ്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്നത്, ഇതിന് ചുറ്റും നമ്മൾ ചുമ്പ ചെയ്തതിലൂടെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഉണക്കായതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ആഴ്ച ഒരു തവണ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ NPK ലൈനി ഇതിലും നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. NPK ലൈൻ തയ്യാറാക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. നമുക്കൊന്നുകൂടെ പറയാം. NPK ലൈൻ നമ്മൾ തയ്യാറാക്കാൻ നമ്മുടെ ഉപ്പില അഥവാ വട്ടയില, അതുപോലെ തന്നെ ചീമക്കൊന്നയുടെ ഇല, അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ എടുത്തിട്ട് ഒരു ഡ്രമ്മിനകത്ത് ഇട്ടതിന് ശേഷം അത് നിറയെ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ഇട്ട് അടച്ചു വെക്കുക. 7 മുതൽ 15 ദിവസം വരെ കഴിയുന്നുണ്ടേ അതിനകത്തുനിന്ന് അതിൻ്റെ ലായനി മാത്രം എടുത്ത് 10 ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് തയ്യാറാക്കുന്നതാണ് നമ്മൾ തയ്യാറാക്കുന്ന ലായനി NPK വളം. ഇത് വളരെ പെട്ടെന്ന് വാഴ ഉൾപ്പെടെയുള്ള എല്ലാ പച്ചക്കറികളും എല്ലാ ചെടികളും എല്ലാ വൃക്ഷങ്ങളും വലിച്ചെടുക്കുകയും നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം തരികയും മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നിലനിർത്തുകയും ചെയ്യുമെന്ന കാര്യം തർക്കമില്ല. അപ്പം ഇത് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വാഴ വളരെ പെട്ടെന്ന് ഒരു 10, 15, 20 ദിവസത്തിനകത്ത് ഈ കൊല വിളഞ്ഞു കിട്ടുകയും ഇതിന് ചുറ്റും നിൽക്കുന്ന വിത്തുകൾ വളർന്ന് കൊല തരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു മൂട് വാഴ വെച്ച് കഴിഞ്ഞിട്ട് 2, 3, 4 ഒക്കെ വിത്തുകൾ ഇതിനകത്ത് നിർത്തിയിരുന്നാൽ നമുക്ക് അത് പെട്ടെന്ന് കൊലച്ച് കിട്ടും. ഈ വളം ചെയ്താൽ ചിലവ് വളരെ തുച്ഛമായ ചിലവ് മാത്രം നമ്മൾ ചെയ്താൽ മതി. NPK ലൈൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള വീഡിയോകൾ ഏതൊരു സാധാരണക്കാരനും വളരെ എളുപ്പത്തിൽ ചിലവ് ചുരുക്കിക്കൊണ്ട് കൂടുതൽ ആദായം ഉണ്ടാക്കുന്ന കൃഷികൾ കാണുന്നതും ആ അറിവ് ശേഖരിക്കുന്നതിനും ഇത് സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാനും പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളിതുവരെ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.